الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. قال شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب ما جاء أن سبب كفر بني آدم وتركهم دينهم هو الغلو في الصالحين. باب ما جاء أن سبب كفر بني آدم وتركهم دينهم هو الغلو في الصالحين. السبب أن سبب كفر بني آدم الإنسان മനുഷ്യന്റെ കുഫറിന് സബബായിട്ടുള്ളത്, അതേപോലെ വതർക്കിഹിം ദീനഹും, അവരുടെ ദീനിനെ അവർ ഉപേക്ഷിക്കാനുള്ള സബബ് ഹുവൽ ഗുലൂ ഫി സ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ അതിര് കവിഞ്ഞു എന്നതാണ്. وقول الله عز وجل: يا أهل الكتاب لا تغلوا في دينكم. أهل الكتاب نور الله تعالى وريا أهل الكتاب لا تغلوا في دينكم. ജൂതനസാറാക്കളോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്, ഗുലൂവിലാകരുത്. ഖൗലുഹു അന്ന സബബ കുഫ്രി ബനി ആദം, ആദം സന്തതികളുടെ കുഫറിന് സബബ് ആയിട്ടുള്ളത്, കാരണമായിട്ടുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഗ്ലബ്, അതായത് ഏറ്റവും കൂടുതൽ സബബായിട്ടുള്ള, കുഫറിന് സബബായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ അതിര് കവിഞ്ഞു എന്നതാണ്. അപ്പൊ മനുഷ്യർ അള്ളാഹുവിനോട് കുഫർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണം എന്താണ്? സ്വാലിഹീങ്ങളുടെ കാര്യത്തിലുള്ള ഗുലുവാണ്. അലാഖലമിൻ ബനി ആദം തറക്കു ദീനഹും ബിസബബ് അൽ ഗുലു, ദീൻ ഉപേക്ഷിക്കാനുള്ള കാരണവും ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണവും സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ ഗുലുവിലായി, അതിര് കവിഞ്ഞു. وأن المراد ببني آدم ما جاء أن سبب كفر بني آدم, അവിടെ ബനു ആദം എന്നുകൊണ്ടുള്ള ഉദ്ദേശം മൊത്തത്തില് മനുഷ്യരല്ല, നേരെ മറിച്ച് കൗമു നൂഹ്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൗമിനെയാണ് ബനു ആദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. لأنه ساق هذا الباب من أجل ذلك. طيب الغلو في الصالحين, ഇപ്പൊ സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക, ഗുലൂവിലാകുക എന്ന് പറഞ്ഞാൽ അഖീദയിൽ സംഭവിക്കാം. അഖീദയിൽ വിശ്വാസപരമായ കാര്യത്തിൽ അതിര് കവിയാം, അതുപോലെ തന്നെ അമാൽ, പ്രവൃത്തികളിൽ, അമലുകളിൽ അതിര് കവിയാം, അതുപോലെ തന്നെ അഹ്കാം, വിധിവിലക്കുള്ള കാര്യത്തിൽ അതിര് കവിയാം. അൽ ഫൽ ഗുലു യൻഖസിം ഇലാ സലാസതി അഖ്സാം. ഇപ്പൊ ഗുലു എന്നുള്ളത് മൂന്ന് തരത്തിലാണ്. അൽ ഗുലൂ ഫിൽ അഖായിദ്, അഖീദയിൽ ഗുലൂവിലാവുക. വൽ ഗുലൂ ഫി അൽ അമാൽ, അമലുകളിൽ ഗുലൂവിലാവുക. വൽ ഗുലൂ ഫിൽ അഹ്കാം, അഹ്കാമുകളിൽ ഗുലൂവിലാവുക. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു വ്യക്തി അതിര് കവിയാം. ഇപ്പൊ അഖീദയിൽ അതിര് കവിയ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഏതുപോലെ കാൻ തഅതഖിദ അന്ന ഷൈ അല്ലദീ ഹുവ മുബാഹ് ഹറാം, അതായത് മുബാഹായ, അതായത് അനുവദനീയമായിട്ടുള്ളൊരു കാര്യം ഹറാമാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നു. ശരിയായ ദീനില് ശരിയായി അനുവദിക്കപ്പെട്ട ഒരു കാര്യം ആ വ്യക്തി വിശ്വസിക്കുന്നത് എന്താണ്? ഹറാമാണെന്ന്. അത് അഖീദയിലുള്ള ഗുലുവാണ്. അതേപോലെ തന്നെ മുസ്തഹബായിട്ടുള്ള ഒരു ഇബാദത്ത് വാജിബാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നു, അതും അഖീദയിലുള്ള ഗുലുവാണ്. അല്ലെങ്കിൽ വാജിബായ ഒരു കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് കുഫ്റാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു, അതെല്ലാം അഖീദയിൽ സംഭവിക്കുന്ന ഗുലുവാണ്. രണ്ടാമത്തത് അൽ ഗുലൂ ഫിൽ അഹ്കാം, അഹ്കാമുകൾ, വിധിവിലക്കുള്ള കാര്യത്തിൽ ഒരു വ്യക്തി ഗുലൂവിലാവെന്ന് പറഞ്ഞാൽ അൻ തഹ്കും അലാ മുബ്തദി അന്നഹു കാഫിർ, ഒരു ബിദഅത്തുകാരനെ കാഫിർ എന്ന് ഹുക്ം ചെയ്യുക. അതായത് ആ ബിദഅത്ത് ശിർക്കിലേക്ക് അല്ലെങ്കിൽ കുഫറിലേക്ക് എത്തുന്ന ബിദഅത്ത് അല്ല,
അങ്ങനെയുള്ളൊരു ബിദ്അത്ത് ചെയ്യുന്ന ഒരു മുബ്തദി അവനെ കാഫിർ എന്ന് ഹുക്ം ചെയ്യുക, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുന്നവനെ മുബ്തദി എന്ന് ഹുക്ം ചെയ്യുക, അതെല്ലാം ഈ ബാബിൽ വരുന്നതാണ്. അതേ ഹുക്കുമിന്റെ കാര്യത്തിൽ അതിര് കവിയ. മൂന്നാമത്തത് അൽ ഗുലൂ ഫിൽ അഅ്മാൽ, അമലുകളിൽ അതിര് കവിയ. അൽ ഗുലൂ ഫിൽ അഅ്മാൽ ഫഹുവ ഇൽസാമുൻ നഫ്സ് ബിശൈഇൻ മാ ശറഅഹു അല്ലാഹ് ബിമാ ലാ തുതീഖ്. അപ്പൊ നിനക്ക് സാധിക്കാത്തൊരു കാര്യത്തെ അല്ലാഹു തആല നിന്റെ മേലെ നിർബന്ധമാക്കിയിട്ടില്ലാത്ത, നിനക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യത്തെ നീ എന്ത് ചെയ്യുകയാണ്? നിന്റെ മേലെ നിർബന്ധിതമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേലെ നിർബന്ധമാക്കിയിട്ടില്ലാത്തൊരു കാര്യം, ഒരു അമൽ. ഏതുപോലെ ഒരു വ്യക്തി രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നു, രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെ അവൻ സ്വന്തം നഫ്സിന്റെ മേലെ എന്ത് ചെയ്തു? നിർബന്ധമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ അവന്റെ നഫ്സിനത് ചെയ്യാൻ സാധിക്കുന്നതുമല്ല, അവന്റെ നഫ്സിന് താങ്ങാൻ കഴിയുന്നതല്ല രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും പകല് നോമ്പെടുക്കുക. അപ്പൊ സ്വന്തം നഫ്സിന്റെ മേലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ അടിച്ചേൽപ്പിക്കും. അതുപോലെ തന്നെ തർക്കു സവാജ് മിസ്ല സൂഫിയ, വിവാഹം അത് ഉപേക്ഷിക്കുക, വിവാഹം ചെയ്യാതിരിക്കുക. സൂഫികളെ പോലെ ഗുലാത്തു സൂഫിയ, സൂഫികളിലെ തീവ്ര സൂഫികളെ പോലെ വിവാഹം വേണ്ടെന്ന് വെക്കുക. അപ്പൊ അതെല്ലാം ഗുലൂവാണ്, അമലുകളിൽ സംഭവിക്കുന്ന ഗുലൂവാണ്. അതേപോലെ തന്നെ ചില ഹലാലായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക. അപ്പൊ അതെല്ലാം ഗുലൂവിൽപ്പെട്ടതാണ്. അപ്പൊ ബിദ്അത്ത് എന്ന് പറയുന്നത് മുഴുവനും ഗുലൂവാണ്. ബിദ്അത്തിന്റെ എല്ലാ ഇനങ്ങളും ഗുലൂവിൽപ്പെട്ടതാണ്. ഇപ്പൊ ഗുലൂ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ്: അഖീദ, ഫിൽ അഖായിദ്, വഫിൽ അഅമാൽ, വഫിൽ അഹ്കാം. فقال قول الله عز وجل يا أهل الكتاب لا تغلوا في دينكم يا أهل الكتاب لا تغلوا في دينكم. فالغلو എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ മുജാവസത്തുൽ ഹദ്ദി ഫി الثناء മദ്ഹൻ ഔ ഖദ്ഹ. ഒരു വ്യക്തിയെ മദ്ഹ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഖദ്ഹ് ചെയ്യുന്നതിലോ, മദ്ഹിന്റെ നേരെ എതിരാണ് ഖദ്ഹ്. ഒന്ന് പുകഴ്ത്തലാണ്, മറ്റേത് ആക്ഷേപിക്കലാണ്. ആ കാര്യത്തിൽ അവൻ പരിധി വിടുന്നു, അതിനാണ് ഗുലു എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനോട്, ജൂത നസാറാക്കളോട് കൽപ്പിച്ചു. അവരെയാണ് ഈ ആയത്തിൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അഹ്ലുൽ കിതാബ് അൽ യഹൂദ് വൻ നസാറ ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവരല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ടവരല്ല. പിന്നെന്തുകൊണ്ടാണ് ഇവിടെ ഈ ആയത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്ത് കൊണ്ട് ഷെയ്ഖ് ഇവിടെ തെളിവായി കൊണ്ടുവരാനുള്ള കാരണം? لأمر وهو أن النبي صلى الله عليه وسلم قال لتتبعن سنن من كان قبلكم. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. തീർച്ചയായും നിങ്ങളുടെ മുൻകഴിഞ്ഞ ഉമ്മത്തുകളെ നിങ്ങൾ പിൻപറ്റും, ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട്. ഫഖാലു യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസാറ ഫഖാല മൻ ഖാല ഫമൻ. അപ്പൊ ജൂത നസാറാക്കളെ നിങ്ങൾ ചാണിന് ചാണായിക്കൊണ്ടും മുഴത്തിന് മുഴമായിക്കൊണ്ടും നിങ്ങൾ പിൻപറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സബബ് കാരണത്താലാണ് ഇവിടെ അഹ്ലുൽ കിതാബിനോട് പറയപ്പെട്ട കാര്യത്തെ പ്രത്യേകമായി കൊണ്ടുവരാനുള്ള കാരണം അഹ്ലുൽ കിതാബ് അവരുടെ ദീനിൽ എന്ത് ചെയ്തു? അതിര് കവിഞ്ഞു, കുലൂവിലായി. അപ്പൊ അവരെ ആ കാര്യത്തിൽ നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഹാദൽ ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം അൻ അബീ സഈദ്
വറവാഹുൽ ബുഖാരി അൻ അബീ ഹുറൈറ. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഹാദിൽ ഉമ്മ അന്ന ഹാദിൽ ഉമ്മ സതത്തബിഉ സനന മൻ കാന ഖബ്ലഹാ മിനൽ യഹൂദി വൻ നസാറ. ഈ ഉമ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് മുമ്പുള്ള ജൂത നസാറാക്കളുടെ ത്വരീഖ, സുന്നത്തിനെ പിൻപറ്റും, അവരുടെ പാതയെ പിൻപറ്റും. വളരെ സൂക്ഷ്മമായി പിൻപറ്റുന്നതാണ്. വളരെ സൂക്ഷ്മമായി കൊണ്ട് ഈ ഉമ്മത്ത് ജൂത നസാറാക്കളുടെ ശരിയെ പിൻപറ്റും. അപ്പൊ അഹ്ലുൽ കിതാബ് ആരായിരുന്നു? അഹ്ലുൽ ഖുലൂവാണ്. ഖുലൂവിന്റെ ആളുകളാണ് അഹ്ലുൽ കിതാബ്, ജൂത നസാറാക്കൾ. അവരിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഖുലൂ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വിശ്വാസമാണ്. അതായത് അന്നൽ മസീഹ ഇബ്നുല്ലാഹ്, അതാണ് ഏറ്റവും അവരുടെ അടുക്കലുള്ള ഏറ്റവും വലിയ ഖുലൂ. നസാറാക്കളുടെ അടുക്കലുള്ള ഏറ്റവും വലിയ ഖുലൂ അന്നൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണെന്ന വിശ്വാസം. അതുപോലെ യഹൂദികളുടെ അടുക്കലുള്ള ഏറ്റവും വലിയ ഖുലൂ എന്തായിരുന്നു? അവരുടെ വിശ്വാസം അന്ന ഉസൈറൻ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ്. അപ്പൊ അഹ്ലുൽ കിതാബ് അഹ്ലുൽ ഖുലൂവാണ്. അപ്പൊ ആ അഹ്ലുൽ കിതാബിന്റെ ആ സുന്നത്തിനെ പിൻപറ്റാതിരിക്കാനുള്ള താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ്. ഖാല ഫി സ്വഹീഹ് അൻ ഇബ്നു അബ്ബാസ്, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരിയാണ്. وفي الصحيح عن ابن عباس رضي الله عنهما في قول الله تعالى وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. وقالوا لا تذرن آلهتكم. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽപ്പെട്ട ആളുകളാണ്. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. വഖാലു ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത്ത് വയഊഖ് വനസ്ര. ഈ പറയപ്പെടുന്ന അവരുടെ ഇലാഹുകൾ വദ്, സുവാഅ, യഗൂത്ത്, യഊഖ്, നസ്ർ, ഈ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽപ്പെട്ട ആളുകൾ ജനങ്ങളോട് പറഞ്ഞു. قال رحمه الله هذه أسماء رجال صالحين من قوم نوح. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് വദ്, സുവാഅ, യഗൂത്ത്, യഊഖ്, നസ്ർ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽപ്പെട്ട സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ പേരുകളാണ്. ഫലമ്മ ഹലകു, ഈ സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ഔഹ ശൈത്വാൻ ഇലാ ഖൗമിഹിം, ആ ഖൗമിലേക്ക് ശൈത്വാൻ വഹി കൊടുത്തു. വഹി എന്ന് പറഞ്ഞാൽ വഹി വസ്വസ, വഹിയു വസ്വസ, വസ്വാസിന്റെ ദുർബോധനത്തിന്റെ വഹി നൽകി. എന്താണ് ശൈത്താൻ ആ ഖൗമിന് നൽകിയ വഹി? അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബ വസമ്മൂഹ ബി അസ്മാഇഹിം. അതായത് ഈ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ ഇരുന്ന മജ്ലിസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവയുടെ ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അതിനെ നാട്ടിക്കൊണ്ട്, ആ പേരുകളെ കൊണ്ട് നിങ്ങൾ അവരെ വിളിക്കുക എന്ന് ശൈത്താൻ ആ ഖൗമിലേക്ക് വസ്വാസിട്ട് കൊടുത്തു. ഫഫഅലു വലം തുഅബദ്, അങ്ങനെ അവരത് ചെയ്തു. പക്ഷേ ആ ബിംബങ്ങളൊന്നും തന്നെ ഇബാദത്ത് ചെയ്യപ്പെട്ടിരുന്നില്ല. ഹത്താ ഇദാ ഹലക ഉലൈക്, ആ ഒരു തലമുറ മുഴുവനും മരണപ്പെട്ടു തീർന്നതിന് ശേഷം വനുസിയൽ ഇൽം, ആ ഇൽമ് മറക്കപ്പെട്ടു. അതായത് ഇത് സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളാണ്, അവരുടെ രൂപങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അവർ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, നേരെ മറിച്ച് അവർക്ക് എന്തിനു വേണ്ടിയാണ്? ഇബാദത്തിൽ ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. ആ ഒരു ഇൽമ് പുതിയ വന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അറിയില്ലായിരുന്നു. അങ്ങനെ ആ പുതിയ തലമുറ തങ്ങളുടെ പിതാക്കന്മാരെ ഇബാദത്ത് ചെയ്തിരുന്ന ഇലാഹുകളാണ് ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് അവയെ ഇബാദത്ത് ചെയ്തു.
അപ്പൊ ഈ പറയപ്പെടുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവര് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൗമിൽപ്പെട്ടവരല്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിൽപ്പെട്ടവരല്ല. കാരണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെടുന്നത് ഈ പറയപ്പെടുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു കൗമിലേക്കാണ്. ഈ സ്വാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്തിരുന്ന, അങ്ങനെ ഇവർ കാരണത്താൽ ഇതിന്റെ പേരിൽ ഷിർക്ക് വ്യാപകമായിട്ടുള്ള ഒരു കൗമിലേക്കാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെടുന്നത്. അതിൽ സ്വഹീഹ് എന്ന് പറയുന്നത് അന്നഹും കാനു ഖബല ഖൗമി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിന് മുമ്പുള്ള ആളുകളിൽ പെട്ടിട്ടുള്ള സ്വാലിഹീങ്ങളായ ആളുകളാണ് വദ്, സുവാ, യഗൂസ്, അതുപോലെ തന്നെ യഊഖ്, നസ്ർ. قال رحمه الله وقال ابن القيم رحمه الله, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ പേര് മുഹമ്മദ് ബിൻ അബീ ബക്കർ. മുഹമ്മദ് ബിൻ അബീ ബക്കർ അദ്ദിമഷ്ഖി മഅറൂഫ് ബിബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിന്റെ പേര് മുഹമ്മദ് ബിൻ അബീ ബക്കർ അദ്ദിമഷ്ഖി. قال ابن القيم قال غير واحد من السلف لما ماتوا عكفوا على قبورهم. അങ്ങനെ ഈ സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ സലഫുകൾപ്പെട്ട ഒരാൾ പറയുന്നു, ഈ സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബർ ചുറ്റും അവര് ഭജന ഇരുന്നു, അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു ഇബാദത്തിനും മറ്റുമായിക്കൊണ്ട് ആളുകൾ. സുമ്മ സവ്വറു തമാസീലഹും, എന്നിട്ട് അവരുടെ രൂപങ്ങൾ അവരുണ്ടാക്കി. സവ്വറു തമാസീലഹും സുമ്മ ത്വാല അലൈഹിമുൽ അമദ് ഫഅബദൂഹും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഒരു കാലത്തിന് ശേഷം അവർ ഇബാദത്ത് ചെയ്യപ്പെട്ടു, ആ രൂപങ്ങൾ അവർ ഇബാദത്ത് ചെയ്തു. قال وعن عمر أن رسول الله صلى الله عليه وسلم قال لا تطروني كما أطرت النصارى أي لا تغلوا فيني. എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. ലാ തത്റൂനി ലാ തഗ്ലൂ ഫീനി, എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയമിന്റെ കാര്യത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ അതിര് കവിയരുത്. ഇന്നമാ അന അബ്ദുൻ, തീർച്ചയായും ഞാൻ അടിമയാണ്, അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വ റസൂലുഹു, അബ്ദുല്ലാഹ് അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണെന്ന് നിങ്ങൾ പറയുക. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം ഐ ലാ തഗ്ലൂ ഫീനി ഔ തഅബ്ദൂനി ഔ തഖൂലു ഇന്നി ഇബ്നുല്ലാഹ്. നസാറാക്കൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിര് കവിയരുത്. അതുപോലെ അവര് ഈസാ അലൈഹി ഇസ്ലാമിന് ഇബാദത്ത് ചെയ്തതുപോലെ എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് താക്കീത് നൽകി. പറയേണ്ടതെന്നാണ് അബ്ദുല്ലാഹ് വ റസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണെന്ന് നിങ്ങൾ പറയുക. അഖ്റജഹു അൽ ബുഖാരി ഫഖത്ത്, ഇമാം ബുഖാരി മാത്രമാണ് ഈ ഹദീസ് തഖ്രീജ് ചെയ്തിട്ടുള്ളത്. അഖ്റജാഹു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇമാം മുസ്ലിം ഹദീസ് തഖ്രീജ് ചെയ്തിട്ടില്ല, ഇമാം ബുഖാരി മാത്രമാണ്. وقال قال رسول الله صلى الله عليه وسلم إياكم والغلو إياكم والغلو انتبهوا احذروا. ഖുലൂവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഖുലൂവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇയ്യാക്കും വൽ ഖുലൂ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഖുലൂ. കാരണം നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചത് ഖുലൂവാണ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചത് എന്താണ്? ഖുലൂവാണ്. ദീനിൽ അവർ അതിര് കവിഞ്ഞതാണ് അവരുടെ നാശത്തിന് കാരണം.
وهذا جاء في حديث ابن عباس عند ابن ماجه وغيره صححه الشيخ الألباني رحمه الله. طيب അപ്പോൾ ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് നാം പിന്നെ ഏത് സമയത്താണ്? ജംറത്തുൽ അഖബയുടെ സമയത്താണ്. അതായത് ഹജ്ജിൽ വെച്ച് ജംറക്ക് നേരെ കല്ലെറിയുന്ന ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് കൊണ്ട് പറയുന്നത്, ഇയ്യാകും വൽ ഗുലൂ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ. ഗുലൂവിനെ അതിര് കവിഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത്, അവരെ നശിപ്പിച്ചത് ഗുലൂവാണ്. അപ്പൊ ജംറയുടെ സമയത്ത് ചില ആളുകൾ ജംറക്ക് നേരെ കല്ലെറിയുമ്പോൾ വലിയ കല്ലുകളെ കൊണ്ടാണ് എറിഞ്ഞിരുന്നത്. ചില ആളുകൾ വലിയ വലിയ കല്ലുകളെ കൊണ്ട് അവര് ജംറക്ക് നേരെ എറിഞ്ഞിരുന്നു. كانوا يرمون الأصابع حصيات كبار كانوا يرمون الجمار في الحج. فقال صلى الله عليه وسلم وهو على ناقته. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് പുറത്തിരിക്കുന്ന സമയത്ത് പ്രകാരം പറഞ്ഞു, ഉൽഖുത് ലി ഹസൻ, എനിക്ക് നിങ്ങൾ കല്ലുകൾ കൊണ്ടുവന്നു തരൂ. കല്ല് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. ഫലഖത്തു ലഹു സബ്അ സയാത്തിൻ ഹുന്ന അസൽ ഖദ്ഫ്. അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കല്ലുകൾ കൊടുത്തു. ആ കല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കല്ലുകളാണ്, ചെറിയ കല്ലുകളായിരുന്നു. فجعل ينفضهن في كفه ويقول امثال هؤلاء فرموا. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ കയ്യിൽ എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഇത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിയുക, ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് നിങ്ങൾ ജംറക്ക് നേരെ എറിയുക. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ثم قال يا ايها الناس اياكم والغلو في الدين فانه اهلك من كان قبلكم الغلو في الدين. ജനങ്ങളെ, നിങ്ങൾ ഗുലൂവിനെ സൂക്ഷിക്കുക, ദീനിൽ നിങ്ങൾ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ദീനിൽ അവർ അതിര് കവിഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ ജംറക്ക് നേരെ കല്ലെറിയുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്തിരുന്നു? വലിയ വലിയ കല്ലുകളെ കൊണ്ട് എറിഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം എന്തിനു വിലക്കി? അതായത് ഗുലൂവിൽപ്പെട്ടതാണ്. നേരെ മറിച്ച് ചെറിയ കല്ലുകളെ കൊണ്ടാണ് എറിയേണ്ടത്. വിരലുകൾ പിടിക്കാൻ പറ്റുന്ന ചെറിയ കല്ലുകളെ കൊണ്ടാണ് ജംറക്ക് നേരെ എറിയേണ്ടത്. ഇപ്പൊ ജംറക്ക് നേരെ കല്ലെറിയതിന് പിന്നിലുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ജംറക്ക് നേരെ നമ്മൾ കല്ലെറിയുന്നത്? പിന്നെ ഇപ്പൊ ജംറക്ക് നേരെ കല്ലെറിയുന്നത് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ശൈത്താൻ എറിയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പൊ ജംറക്ക് നേരെ കല്ലെറിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്താക്കിയിട്ടുള്ള ഒരു ഇബാദത്ത് മാത്രമാണ്. അതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണെന്ന് അല്ലാഹു തആലക്ക് മാത്രം അറിയാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ആ ജംറയുടെ ചുറ്റിലുമുള്ള മതിൽ വരുന്നതിന് മുമ്പ് അത് തുറന്നു കിടക്കുന്ന സമയമാണ്. അപ്പൊ ആളുകള് അതിനെ ശപിക്കുന്നു. ആ തൂണിനെ ശപിക്കലും അതിനെ നേരെ ചവിട്ടലും അതേപോലെ ഒരുപാട് അക്രമങ്ങൾ ആ തൂണിനെ നേരെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഷെയ്ഖ് പറയുന്നുണ്ട്, അങ്ങേയറ്റത്തെ ജഹലിൽപ്പെട്ടതാണ്. ആളുകൾ വിചാരിക്കുന്നത് ശൈത്താനെയാണ് അവരെറിയുന്നത്, അത് ശൈത്താനിന്റെ അടയാളമാണ്. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ഈ ആങ്ങിയോ, അത് മാങ്ങക്കൊക്കെ എറിയുന്ന പോലെ വലിയ കല്ലെടുത്തിട്ട് ആങ്ങി എറിയും. പക്ഷെ യഥാർത്ഥത്തില് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഉദ്ദേശിക്കുന്നതാണ് അവന് പ്രവർത്തിക്കുന്നത്, അതേപോലെ ഉദ്ദേശിക്കുന്ന ഇബാദത്താക്കുന്നു. ചില സമയത്ത് ഓടലായിരിക്കും ഇബാദത്ത്, പ്രത്യേകിച്ച് സഅയില്, പിന്നെ സഫയ്ക്കും മർവയ്ക്കും ഇടയിൽ ഓടലാണ് ഇബാദത്ത്. ചില സമയത്ത് ഉറങ്ങലാണ് ഇബാദത്ത്, ചില സന്ദർഭങ്ങളിൽ കല്ലെറിയലാണ് ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന പിന്നെ ഹിക്മത്ത് എന്താണ്. അപ്പൊ ഒരു കാര്യത്തിൽ ഹിക്മത്തില്ലാതെ അല്ലാഹു തആല നമ്മോടൊന്നും കൽപ്പിക്കുന്നതല്ല. അതിന് ഹിക്മത്ത് നമുക്കറിയാം, അറിയുന്നതുണ്ട്, പക്ഷെ അറിയാത്തതുമുണ്ട്. അല്ലാഹു തആലക്ക് മാത്രം അറിയാം എന്താണ് ഹിക്മത്ത്. പക്ഷേ നേരെ മറിച്ച് അത് ശൈത്താനാണ്, ശൈത്താനെയാണ് ഞാൻ എറിയുന്നത്. ചില ആളുകളൊക്കെ ശൈത്താനെ ആ ജംറന്റെ അടുത്ത് വന്നാൽ അങ്ങേയറ്റം ശപിക്കും, നീയാണ് എന്നെയും ഭാര്യയും വേർപിരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശാപപ്രാർത്ഥനകളൊക്കെ നടത്തും. അതേപോലെ തന്നെ അങ്ങനെയുള്ള വിശ്വാസം അതെന്താണ്, ശരിക്ക് യഥാർത്ഥത്തിൽ ജഹലാണ്. അതിന് ചീത്ത പറയാ, അതുപോലെ തന്നെ ശപിക്കുക. അപ്പൊ അതുകൊണ്ട് ചെറിയ കല്ലുകളെ കൊണ്ട് എറിഞ്ഞാലൊന്നും അവർക്ക് എന്തില്ല, സമാധാനമില്ല. ശൈത്താൻ എറിയും വലിയ കല്ലുകളെ കൊണ്ട് തന്നെ എറിയണം. അത് നല്ല പിന്നെ ശക്തിയിൽ എറിയണം. അപ്പൊ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളൊക്കെ ചിലപ്പോൾ തലക്ക് കൊണ്ടുകഴിഞ്ഞാലൊക്കെ മരിച്ചു, അജാതി എറാം. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന ഇപ്പോൾ ഹിക്മത്ത് എന്താണെന്നുള്ളത്. വഹാദ ഹുവൽ ഹിക്മ മിൻ ഹാദിഹിൽ ജമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഅബയെ തവാഫ് ചെയ്യുന്നത്, ഇപ്പൊ തവാഫ് ചെയ്യുന്ന പറഞ്ഞതാണ് ഇബാദത്താണ്. അതേപോലെ തന്നെ സഫാ മർവയ്ക്കിടയിൽ ഓടുക, അത് പിന്നെ ഇബാദത്താണ്. അതുപോലെ തന്നെ പിന്നെ ജംറക്കേറിയ കല്ലെറിയ, അത് ഇബാദത്താണ്. ചിലയിടത്ത് നൃത്തം, അതാണ് ഇബാദത്ത്. ചില സ്ഥലത്ത് തങ്ങൽ താമസിക്കലാണ് ഇബാദത്ത്. അപ്പൊ അതിന്റെ ഹിക്മത്ത് എന്താണെന്നുള്ള അല്ലാഹു തആലക്ക് മാത്രം അറിയും. അപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ അവിടെ ജംറക്ക് എറിയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു, വിരലിലെ ഒതുങ്ങാവുന്ന ചെറിയ കല്ലുകളെ കൊണ്ടാണ് എറിയേണ്ടത്. നേരെ മറിച്ച് വലിയ കല്ലുകളെ കൊണ്ട് എറിഞ്ഞപ്പോൾ റസൂൽ താക്കീത് ചെയ്തു, ഇയ്യാക്കും വൽ ഗുലൂ ഫിദ്ദീൻ, ദീനിൽ നിങ്ങൾ അതിര് കവിയുന്നത് സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും അൽ ഗുലൂ ഫിദ്ദീൻ, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ നശിപ്പിച്ചത് അവർ ദീനിൽ അതിര് കവിഞ്ഞതാണ്. ولمسلم عن ابن مسعود رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال هلك المتنطعون قالها ثلاثا هلك المتنطعون മുതനത്തിഊൻ, അവര് നശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. എന്താണ് മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ? അൽ മുതഅമ്മിഖൂൻ അൽ ഗാലൂൻ അൽ മുജാവസൂൻ അൽ ഹുദൂദ് ഫി അഖ്വാലിഹിം വ അഫ്ആലിഹിം, തങ്ങളുടെ പ്രവൃത്തികളിലും സംസാരത്തിലും അതിര് കവിയുന്ന ആളുകളാണ് മുതനത്തിഊൻ, സംസാരത്തിലും പ്രവൃത്തിയിലും അതിര് കവിയുന്നവർ. അൽ ഗാലൂൻ അൽ മുജാവസൂൻ, സംസാരത്തിലും പ്രവൃത്തിയിലും ഗുലൂവിലാകുന്ന ആളുകളാണ് അൽ മുതനത്തിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു ഹലക്കൽ മുതനത്തിഊൻ. മുതനത്തിഊൻ അതായത് ഗുലൂവിലായിട്ടുള്ള ആളുകൾ, സംസാരത്തിലും പ്രവൃത്തിയിലും അവര് നശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ അതെന്തിനു സൂചിപ്പിക്കുന്നതാണ്? ആ കാര്യത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ കാര്യം അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നതിന് സൂചിപ്പിക്കുന്നതാണത്. കററഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ, 3 പ്രാവശ്യം അത് ആവർത്തിച്ചു പറഞ്ഞു. طيب وفي هذا مبحث ذكره أهل العلم كرره رسول الله ثلاثا ولا يكرر الحديث ثلاثا إلا لأهميته. ഉലമാക്കൾ പറഞ്ഞിട്ടൊരു ഫായിദയാണ്, എവിടെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞോ അത് അതിന്റെ അഹ്മിയത്തിന്, അതായത് അതിന്റെ പ്രത്യേകം പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ബാബില് ജനങ്ങള് എന്താണ് പറയാ, കുഫ്റിലാകാനുള്ള കാരണം, അവരുടെ ദീന ഉപേക്ഷിക്കാനുള്ള കാരണം ഇതിൽ പറഞ്ഞു. ഒന്ന്, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അവർ ഗുലൂവിലായി. അതായത് ബനു ആദമിന് ശിർക്ക് സംഭവിച്ചിട്ടുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിച്ചതിനുള്ള കാരണം, ഏറ്റവും വലിയ കാരണം അവർ സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞു.
അതൊന്നുകിൽ ഖബറിന്റെ കാര്യത്തിലായിരിക്കാം, അവരുടെ ഖബറിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഔലിയാക്കളുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചില കല്ലുകളുടെയോ മരത്തിന്റെയോ കാര്യത്തിൽ അതിര് കവിഞ്ഞതായിരിക്കാം, അവർ ഷിർക്കിലായിരിക്കാൻ, അതുപോലെ തന്നെ ദീൻ ഉപേക്ഷിക്കാൻ ഉള്ള കാരണം. മാ ഹുക്മുൽ ഗുലൂ, അപ്പൊ ഗുലൂവിന്റെ ഹുക്ം എന്താണ്? അൽ ഗുലൂ മുൻകർ വൽ ഗുലൂ ദക്കറ അഹ്ലുൽ അന്നഹു ബിദ്അ, അത് ബിദ്അത്താണ്, ബിദ്അത്തുൻ മുൻകറ. അൽ ഗുലൂ ദക്കറ അഹ്ലുൽ ഇൽം അന്നഹു ബിദ്അ വഖദ് യസിലു ഇലാ ഹദ്ദിൽ കുഫർ, ആ ബിദ്അത്തിൽ നിന്ന് കുഫറിലേക്കും എത്തിപ്പെടാം, ബിദ്അത്തിൽ നിന്ന് അത് കുഫറിലേക്ക് എത്തിപ്പെടാം. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഗുലൂവിലെത്തി, അവസാനം ആ വ്യക്തി, മരണപ്പെട്ട ആ വ്യക്തി തനിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അയാൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ആ ഗുലൂ കുഫറിലേക്ക് എത്തി. ഹാദാ കുഫർ. വൽ ബിദ്അ ബരീദുൽ കുഫർ, കുഫറിലേക്കുള്ള ബരീദാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. വൽ ബിദ്അതു ബരീദുൽ കുഫർ. ومن أوسع أودية الباطل الغلو في الأفاضل، ومن أوسع أودية الباطل الغلو في الأفاضل. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം വമിൻ ഔസഇ ഔദിയത്തിൽ ബാത്തിൽ, ബാത്തിലിന്റെ വിശാലമായ ഒരു താഴ്വര, വിശാലമായ ബാത്തിലിന്റെ വിശാലമായ താഴ്വര, അതിന് കാരണമായിട്ടുള്ളത് എന്താണ്? അൽ ഗുലൂ ഫിൽ അഫാദിൽ, ഫാദിലായിട്ടുള്ള, അതായത് ശ്രേഷ്ഠരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞതാണ് അതിന് കാരണം. അതേപോലെ ഷെയ്ഖ് അൽ ഹജൂരി ഹഫിദഹുല്ലാ ഈ അസറിനെ തഅലീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരു കാര്യം, വമിൻ ഔസഇ ഔദിയത്തിൽ ബാത്തിൽ അത്തഹ്ഖീർ ഫിൽ അഫാദിൽ കദാലിക്, ഫാദിലായിട്ടുള്ള ആളുകളെ അവമതിക്കലും ബാത്തിലിന്റെ വിശാലമായ ബാത്തിലിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. ശ്രേഷ്ഠരായ ആളുകളെ മോശമാക്കി കണ്ടു കാണും. فلا تحقر فاضلا وتنزله عن منزلته ولا تغلو في الفاضل وترفعه الى فوق منزلته. ഇപ്പൊ ഫാദിലായ ഒരു വ്യക്തിയെ അവന്റെ വില കുറച്ച് ഇടിക്കാനും പാടില്ല, അവൻ്റെതായിട്ടുള്ള ആ മൻസിലയിൽ നിന്ന് താഴ്ത്താനും പാടില്ല, അതേസമയം തന്നെ ആ വ്യക്തിക്ക് അർഹമായിട്ടുള്ള സ്ഥാനത്തിന് മുകളിൽ കൊടുക്കാനും പാടില്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തി ത്വാലിബുൽ ഇൽമാണ്, അയാളെ ആലിം എന്ന് വിളിക്കാൻ പാടില്ല, അത് ഗുലുവാണ്. അതേപോലെ തന്നെ ആലിമായിട്ടുള്ള ഒരാളെ ഷെയ്ഖുൽ ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ഇമാം എന്നോ വിളിക്കാൻ പാടില്ല, അതും ഗുലുവാണ്. അതേപോലെ ഫഖീഹായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ മുഹദ്ദിസ് എന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഗുലുവാണ്. അതേപോലെ തന്നെ ഗുലുവിൽപ്പെട്ടതാണ് അൻയുദാഫി റജുൽ ദ്വാലായ വഴി പഴച്ചൊരു വ്യക്തിയെ പ്രതിരോധിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുക. വയതഅസ്സബുല, എന്നിട്ട് ആ വ്യക്തിയോട് തഅസ്സുബ് കാണിക്കുക, ആ വ്യക്തിയോട് തഅസ്സുബ് കാണിക്കുക. ഹത്താ യുഖ്തറ ബിഹി, അതുവരേക്കും ആ വ്യക്തി കാരണത്താൽ ഈ വ്യക്തി എന്ത് ചെയ്യുന്നതാണ്? ദ്വലാലത്തിലാകുന്നതാണ്, വഞ്ചിക്കപ്പെടുന്നതാണ്. അപ്പൊ ദ്വലാലത്തിലുള്ള ഒരു വ്യക്തിയെ മറ്റ് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആ വ്യക്തികളുടെ ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ആ വ്യക്തിയോട് തഅസ്സുബ് കാണിക്കുക, അത് ഗുലുവിൽപ്പെട്ടതാണ്. ഹാദാ മിനൽ ഗുലൂ കമാ യഫൽ അസ്ഹാബുൽ ജംഇയ്യാത്ത് ഫീ ദുആതിഹിം വറുവാസായിഹിം. ഇന്ന് ജമിയത്തിന്റെ ആളുകൾ, സംഘടനയുടെ ആളുകൾ അവരുടെ ദഅവത്തിന്റെ ആളുകളെ, അല്ലെങ്കിൽ ദുആത്തുമാരെ, പ്രബോധകന്മാരെ പ്രതിരോധിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഹക്കാണോ ബാത്തിലാണോ എന്ന് നോക്കാതെ അവരെ പ്രതിരോധിക്കും, തഅസ്സുബ് കാണിക്കുക അവരോട്. അങ്ങനെ ആ ആളുകളെ കൊണ്ട് അവൻ വഞ്ചിക്കപ്പെടും. അതെല്ലാം ഗുലൂവിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, വലിയ ആളുകളും ചെറിയ ആളുകളും അഹ്ലുൽ ഇൽമിനോട് എതിരാകുന്നു, ഉലമാക്കളോട് എതിരാകുന്നു, ദലീലുകളോട് എതിരാകുന്നു, ഹക്കിനോട് എതിരാകുന്നു. എന്തിനു വേണ്ടിയാണ്? അവർക്ക് താല്പര്യമുള്ള ചില വ്യക്തികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. അതെല്ലാം വ്യക്തികളുടെ കാര്യത്തിൽ സംഭവിക്കുന്ന ഗുലൂവാണ്, എല്ലാം ബിദ്അത്താണ്. ഗുലൂ ഫി ശഖ്സ്. കൈഫ നജാ മിനൽ ഗുലൂ, എങ്ങനെയാണ് ഗുലൂവിൽ നിന്നാണ് രക്ഷപ്പെടുക? ഈ ഗുലൂ എന്ന് പറയുന്ന ഈ ബിദ്അത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്താണ് അതിനുള്ള പരിഹാരം? അഖീദയിലുള്ള ഗുലൂവാകട്ടെ,
അല്ലെങ്കിൽ അഹ്കാമുകളിലുള്ള ഗുലുവാകട്ടെ, അമലുകളിലുള്ള ഗുലുവാകട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? തലബുൽ ഇൽം. അയത്തുലുബൽ ഇൻസാൻ അൽ ഇൽമ ഹത്താ യൻജു മിനൽ ഗുലൂ. ഗുലൂവിൽ നിന്ന് രക്ഷപ്പെടുന്നത് വേണ്ടി അവൻ ഇൽമ പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം, അതിനുള്ള മാർഗം. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം